രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് സംസ്ഥാനത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരിയും AICC KPCC നേതൃത്വങ്ങൾക്കും പരാതി നൽകി. പരാതി ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച KPCC നേതൃത്വം അത് DGPക്ക് കൈമാറി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായാണ് പരാതി ലഭിക്കുന്നതെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണ് എന്നതിന് തെളിവും പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് KPCC നേതൃത്വത്തിനും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും ഔദ്യോഗികമായി പരാതി നൽകിയത്. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനം. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചത്. രാഹുൽ ശരീരമാകെ ആക്രമിച്ച് മുറിവേൽപ്പിച്ചു. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഫെന്നി നൈനാനാണ് രാഹുലിന്റെ സുഹൃത്തിന്റെ കേന്ദ്രത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം. ഇൻസ്റ്റാഗ്രാം മുഖേന 2023-ലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ടെലഗ്രാമിലൂടെ. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. യുവതി ഇതിനകം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി ലഭിച്ചില്ലെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. ഇത് നേതൃത്വം മുക്കി. ഇപ്പോഴത്തെ പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വം DGPക്ക് കൈമാറി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.